നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഫോട്ടോഷോപ്പിൽ ഹെയർ മാസ്കിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഈ ചാനലിൽ തന്നെ മുൻപുള്ള ഒരു വീഡിയോയിൽ ഹെയർ മാസ്കിംഗ് എങ്ങനെ വളരെ ഭംഗിയായി ചെയ്യാം എന്നുള്ളത് പ്രതിപാദിച്ചിരുന്നു. എന്നാൽ ആ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നതിനേക്കാൾ വ്യത്യസ്തമായി കുറെ കൂടി ഭംഗിയായി കുറെ കൂടി വേഗത്തിലും ഇപ്പോൾ ഹെയർ മാസ്കിംഗ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പിന്റെ പുതിയ എഡിഷനായ 2015.5 ഇതിനുള്ള കൂടുതൽ ഫീച്ചേഴ്സ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹെയർ മാസ്കിംഗ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണിത്. നമുക്ക് ലെയർ ഒന്നെടുത്ത് നോക്കാം. ഹെയർ മാസ്കിംഗ് ചെയ്ത ഒരു ഇമേജ് ഉണ്ട് ഇവിടെ. അതിൻ്റെ മാസ്കും നമുക്കിവിടെ കാണാം. കൂടാതെ അതിൻ്റെ ഒറിജിനൽ ഇമേജ് കാണാം. കൂടാതെ ബാക്ക്ഗ്രൗണ്ട് കാണാം. ഇതാ 3 ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഇതാ ഒരു ഡിസൈൻ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അതിവിടെ കാണാവുന്നതാണ്. ഞാൻ അതൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ അതിൻ്റെ പിന്നിലുള്ള മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് കാണാം. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടും ക്ലോസ് ചെയ്യുകയാണ്. ഇതാ ഇപ്പോൾ ഈ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടും നമുക്ക് കാണാം. ഈ ഓരോ ബാക്ക്ഗ്രൗണ്ടിലും ഈ ഹെയറിൻ്റെ ഡീറ്റെയിൽസ്, ഇതാ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ആക്ച്വൽ പിക്സൽസിലാണ് നോക്കുന്നത്. ഓരോ ബാക്ക്ഗ്രൗണ്ടിലും ഈ ഹെയറിൻ്റെ ഡീറ്റെയിൽസ് എത്രമാത്രം കിട്ടിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇതാ ഇനി മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നോക്കാം. ഇതാ ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലും ആ ഹെയറിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. അതുപോലെ ഈ ഡിസൈൻഡ് ബാക്ക്ഗ്രൗണ്ടിലും ഇതാ ആ ഹെയറിൻ്റെ ഡീറ്റെയിൽ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കാം. ഇവിടെ ഈ ഇമേജിൻ്റെ തന്നെ മറ്റൊരു ഫയലുണ്ട്, ഇമേജ് 2. ഇതാ ഇവിടെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടുകൾ പ്രത്യേകം ലെയറിലായി സൂക്ഷിച്ചിട്ടുണ്ട്. BG1, BG2, BG3. ഇമേജ് മാത്രം മറ്റൊരു ലെയറിലുമുണ്ട്. ഞാനിതാ ആക്ച്വൽ പിക്സൽസിൽ എടുക്കുന്നു. അതിനുശേഷം എടുക്കുന്നത് ക്വിക്ക് സെലക്ഷൻ ടൂളാണ്. ഇതാ ക്വിക്ക് സെലക്ഷൻ ടൂൾ, മാജിക് ബാൻഡിൻ്റെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ. അതെടുത്തതിന് ശേഷം ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇതാ ഈ ഇമേജിൽ പ്രധാനപ്പെട്ട ഏരിയ മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും മതി എനിക്ക് തൽക്കാലം. ഇവിടെ മുകളിലേക്ക് പോയിട്ടുള്ള ഈ ഭാഗങ്ങൾ വേണമെങ്കിൽ ആൾട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് വീണ്ടും അകത്തേക്ക് തന്നെ ആക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും സെലക്ഷൻ കിട്ടിയാൽ മതി എനിക്ക്. ഇനി ഞാൻ നോക്കുന്നത് ഇവിടെ ഈ ടൂളിൻ്റെ ഓപ്ഷൻസ് നമുക്കിവിടെ ഈ കൺട്രോൾ പാനലിൽ കാണാം. സാമ്പിൾ ഓൾ ലെയേഴ്സ്, ഓട്ടോ എൻഹാൻസ്, ഇതെല്ലാം ഞാൻ ആസ് ഇറ്റ് ഈസ് വിടുന്നു. ഇവിടെ സെലക്ട് ആൻഡ് മാസ്ക്, അതാണ് 2015.5 എന്ന ഫോട്ടോഷോപ്പിൻ്റെ ഈ പുതിയ എഡിഷനിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയൊരു ഫീച്ചർ. ഇതാ ഇവിടെ കഴ്സർ വയ്ക്കുമ്പോൾ ക്രിയേറ്റ് ഓർ റിഫൈൻ എ സെലക്ഷൻ എന്നുള്ള ഒരു ഡീറ്റെയിൽ നമുക്ക് അവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ അപ്പോൾ ആ ഇമേജ് മറ്റൊരു വിൻഡോയിൽ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഇനി എടുക്കാവുന്നത് ഇവിടെ ഇടതുവശത്ത് ഇതാ അതിൻ്റെ ടൂൾസ് കാണുന്നുണ്ട്. ആ ടൂൾസിൽ രണ്ടാമതായി കാണുന്ന റിഫൈൻ എഡ്ജ് ബ്രഷ് ടൂൾ, അതാണ് ഞാൻ എടുക്കുന്നത്. റിഫൈൻ എഡ്ജ് എന്ന ഒരു ഓപ്ഷൻ മുൻപും ഫോട്ടോഷോപ്പിലുണ്ട്. റിഫൈൻ എഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതുപോലെ ഹെയർ മാസ്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ അതിനേക്കാൾ എളുപ്പത്തിൽ ഇപ്പോൾ ചെയ്യാവുന്ന ഈ ഓപ്ഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ആ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വളരെ ഫാസ്റ്റായിട്ടൊന്ന് നോക്കാം. ഇതാ വ്യൂ മോഡുണ്ട്, ഒണിയൻ സ്കിൻ ഉണ്ട്. ഇത് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. അതുകൂടാതെ മാർച്ചിങ് ആൻസ് ഉണ്ട്. ഇതാ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യൂ മോഡ് നമുക്കിവിടെ കാണാം. ഓവർലേ ഉണ്ട്. ഇതാ ഒരു മാസ്കായി നമുക്ക് ആ സെലക്ട് ചെയ്ത ഭാഗങ്ങൾ മാത്രം വ്യക്തമായി കാണാം. അതുകൂടാതെ ഇവിടെ ഓൺ ബ്ലാക്ക് ഉണ്ട്. ഇതാ ഓൺ വൈറ്റ് ഉണ്ട്. സെലക്ട് ചെയ്ത ഭാഗങ്ങൾ മാത്രം കാണാവുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, അതായത് മാസ്കിംഗ് ചെയ്തിട്ടുള്ള ഭാഗം മാത്രം നമുക്ക് കാണാം. ഓൾ ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ആ മാസ്ക് അല്ലെങ്കിൽ ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രം ഒരു മാസ്കായി ആ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ആയിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഓക്കെ, ഞാൻ ഒണിയൻ സ്കിന്നാണ് തൽക്കാലം എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ അതിൻ്റെ ട്രാൻസ്പെറൻസിയിൽ അല്പം വ്യത്യാസപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമുക്കവിടെ സെലക്ട് ചെയ്യാത്ത ആ ഹെയറിൻ്റെ ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. ആ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാണാവുന്നതാണ്. ഓക്കെ, ഇനി താഴെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ഇതിനെ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഇതാ ഈ ടൂൾ കൊണ്ട് നമുക്കൊന്ന് ആക്ച്വൽ പിക്സൽസിൽ നോക്കാം. ഇതാ ഇവിടെ ഇങ്ങനെ ബ്രഷ് ചെയ്യുകയാണ്. ഇതാ ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ ആ നഷ്ടപ്പെട്ട ഹെയറുകൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാതിരുന്ന ഹെയർ ഇവിടെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. ഇതാ വളരെ വ്യക്തമായി തന്നെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതാ ഇത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഇതാ അവിടെ സെലക്ട് ചെയ്യാതിരുന്ന ആ ഹെയറിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്കിവിടെ കിട്ടുകയാണ്. ഞാനിതിൻ്റെ ബ്രഷ് സൈസ് ഒന്ന് കുറയ്ക്കുന്നു. ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓർ റൈറ്റ് ബ്രാക്കറ്റ് ആണ്
അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാ ഇതിൻ്റെ ഇടയിലും എല്ലാം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനത് ഇതാ ബ്രഷ് ചെയ്യുകയാണ്. ഇനി ഇവിടെ താഴെയുമുണ്ട്. ഇതാ ഞാൻ ബ്രഷ് സൈസ് കുറച്ച് വലുതാക്കുന്നു. ഇതാ ഇങ്ങനെ ബ്രഷ് ചെയ്യുകയാണ്. കഴിയുന്നതും സെലക്ഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ ബ്രഷിംഗ് കടക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ഇപ്പോൾ ആ ഹെയറിൻ്റെ ഡീറ്റെയിൽ നമുക്കിതാ കിട്ടിയിരിക്കുന്നത് കാണാവുന്നതാണ്. ഓക്കെ, ആ സൈഡ് ഏറെക്കുറെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഞാൻ ഈ സൈഡിലേക്ക് മാറുകയാണ്. ഇതാ ഇവിടെ ഞാൻ ബ്രഷ് സൈസ് കുറച്ച് വലുതാക്കി. ഇതാ ഇപ്പോൾ ആ ഡീറ്റെയിൽ എനിക്ക് കിട്ടുന്നത് കാണാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ എയർ ബ്രഷ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതിൻ്റെ റെസൊല്യൂഷനെ കൂടി ആശ്രയിച്ചിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതനുസരിച്ച് നമ്മളിവിടെ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതാ ആ സെലക്ഷൻ കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ ആ ഹെയറിൻ്റെ ഡീറ്റെയിൽ എത്രമാത്രം ഭംഗിയായി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ കാണാവുന്നതാണ്. ഇതാ ഓക്കെ, ഇപ്പോൾ എനിക്ക് ആ ഹെയറിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായി തന്നെ കിട്ടിയിരിക്കുകയാണ്. ഞാനിത് ബ്രഷ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എഡ്ജ് ഡിറ്റക്ഷൻ ഉണ്ട്. നമുക്ക് റേഡിയസ് ഒന്ന് കൂട്ടി നോക്കാം. ഇതാ അല്പം കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരുതരം ഫെദർ ആവുന്ന മാതിരിയുണ്ട്. ഞാനത് അധികം കൂട്ടുന്നില്ല. ഓക്കെ, 2 പിക്സൽസ് കിടക്കട്ടെ. സ്മാർട്ട് റേഡിയസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വലിയ വ്യത്യാസം നമുക്കിവിടെ കാണുന്നില്ല. ഇത് ഈ ഇമേജിൻ്റെ റെസൊല്യൂഷനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് വലിയ വ്യത്യാസമൊന്നും കാണാതിരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ റേഡിയസ് 10 ആണ് ആക്കിയിരിക്കുന്നത്. വീണ്ടും വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. എനിക്കൊരു 5 എല്ലാം മതിയാവും ഈ ഇമേജിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, സ്മൂത്ത്നെസ് ഒന്ന് കൂട്ടണമോ വേണ്ടയോ ഒന്ന് നോക്കാം. വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അധികം സ്മൂത്ത് ആക്കേണ്ട ആവശ്യമില്ല. ഞാനത് സ്മൂത്ത്നെസ് കൊടുക്കുന്നില്ല. ഫെദർ, ഇതാ ഈ ഫെദറും അതുപോലെ തന്നെയാണ്. മുടിയുടെ ഭാഗങ്ങൾ കൂടുതലായി ഫെദർ ചെയ്തു പോയി കഴിഞ്ഞാൽ അത് വളരെയേറെ സ്മഡ്ജായി അത് ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതലായി അങ്ങ് ലയിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന എഫേർട്ടൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല, അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് വരുന്നില്ല. അതുകൊണ്ട് ഫെദർ ഞാൻ കൊടുക്കുന്നില്ല. കോൺട്രാസ്റ്റ് വേണമെങ്കിൽ അല്പം കൊടുക്കാം. ഇതാ ഒരു 4% മാത്രം കൊടുക്കുകയാണ്. ഷിഫ്റ്റ് എഡ്ജ് വേണമോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാ അതായത് സെലക്ഷൻ അകത്തേക്കോ പുറത്തേക്കോ മാറ്റിയെടുക്കുന്നതാണ് ഷിഫ്റ്റ് എഡ്ജ്. അതും എനിക്ക് വേണ്ട, ഞാൻ 0 തന്നെ ആക്കുന്നു. ഓക്കെ, ഇവിടെ മറ്റു ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ സെലക്ഷൻ ഉണ്ട്, ഇൻവേർട്ട് ഉണ്ട്. അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഓക്കെ, ഇവിടെ മറ്റൊരു ഓപ്ഷനാണ് ഡീകണ്ടാമിനേറ്റ് കളേഴ്സ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. റിമൂവ് കളർ ഫ്രിഞ്ച് ഫ്രം ദ ഇമേജ്. ഇതാ അത് സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഭാഗങ്ങൾ കൂടുതലായി ഇവിടെ കാണുന്നത് മാതിരി തോന്നുന്നു. എനിക്കത് ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഞാനത് സെലക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി എനിക്കിവിടെ റിമെമ്പർ സെറ്റിങ്സ് ഉണ്ട്. അതായത് ഇതിവിടെ ഈ സെറ്റിങ്സ് എല്ലാം എനിക്കിവിടെ സേവ് ചെയ്ത് വെക്കാം. മറ്റൊരു ഇമേജ് ഇത് ചെയ്യുന്ന സമയത്ത് ഈ സെറ്റിങ്സ് വേണമെങ്കിൽ എനിക്ക് എടുക്കാവുന്നതാണ്. അതും ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല തൽക്കാലം. ഓക്കെ, ഇനി മറ്റൊരു ഓപ്ഷൻ ഔട്ട്പുട്ട് ടു. ഏത് രീതിയിലുള്ള ഔട്ട്പുട്ടാണ്, എങ്ങോട്ടാണ് എനിക്ക് വേണ്ടതെന്ന് ഇവിടെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അതായത് വേണമെങ്കിൽ സെലക്ഷൻ എടുക്കാം, അതല്ലെങ്കിൽ ലെയർ മാസ്ക് മാത്രമായി എടുക്കാം. അതായത് ഈ ഒറിജിനൽ ലെയറിൽ മാത്രം, ഒറിജിനൽ ലെയറിൽ തന്നെ. ഇനി അതുകൂടാതെ ന്യൂ ലെയറിൽ എടുക്കാം, അതല്ലെങ്കിൽ ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് എടുക്കാം. ന്യൂ ഡോക്യുമെൻ്റ് എടുക്കാം, ന്യൂ ഡോക്യുമെൻ്റ് വിത്ത് ലെയർ മാസ്ക് എടുക്കാം. ഞാനിവിടെ തൽക്കാലം എടുക്കുന്നത് ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് ആണ്. ഓക്കെ, അത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഇതാ ഇപ്പോൾ എനിക്കിവിടെ ആ ഹെയറിൻ്റെ സെലക്ഷൻസ് ഏറെക്കുറെ കിട്ടിയിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ എനിക്ക് നഷ്ടപ്പെട്ടിരുന്ന, ഞാൻ സെലക്ട് ചെയ്യാതിരുന്ന ഹെയറിൻ്റെ ഡീറ്റെയിൽസ് ഏറെക്കുറെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇതാ. എന്നാൽ ഇനിയും അതിൻ്റെ ഡീറ്റെയിൽസ് കുറെ കൂടി കിട്ടാനുണ്ട്. അതെങ്ങനെ നമുക്ക് ലഭ്യമാക്കാം എന്ന് ഒന്ന് നോക്കാം. ആ ഒറിജിനൽ ഇമേജ് ഇവിടെ തൽക്കാലം ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണുന്നില്ല. ഓക്കെ, ഞാൻ ആ ഒറിജിനൽ ഇമേജിൻ്റെ ബ്ലെൻഡ് മോഡ് ഇതാ നോർമലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് ഞാനൊന്ന് മാറ്റുകയാണ്. തൽക്കാലം ഞാനൊരു ഓവർലേ കൊടുത്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഇതാ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. നമുക്കൊന്ന് ആക്ച്വൽ പിക്സൽസ് നോക്കാം. ഇതാ ഓക്കെ, ഇപ്പോൾ ഇതാ ആ ഹെയറിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതാ ആ ഹെയറിൻ്റെ ഡീറ്റെയിൽസ് മാക്സിമം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഒറിജിനൽ ഇമേജിനെ മറ്റൊരു മോഡിലേക്കൊന്ന് മാറ്റി നോക്കാം. ഒരു മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത് വേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓൾറൈറ്റ്, ഒരു ഹാർഡ് ലൈറ്റ് നോക്കാം വേണമെങ്കിൽ. ഡാർക്ക് ആൻഡ് കളർ. ഇതാ അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ എഫക്റ്റ് പോയിരിക്കുകയാണ്. ഓവർലേ തന്നെ ആയിരിക്കും കൂടുതൽ അപ്രോപ്രിയേറ്റ് എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ആ ഇമേജിൻ്റെ ഹെയർ നമ്മൾ മാസ്ക് ചെയ്തിരിക്കുകയാണ്. ഇനി മറ്റൊരു
ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിതിനെ നോക്കാവുന്നതാണ്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ആ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഹെയറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെയും നമുക്ക് മാക്സിമം അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ നമുക്ക് കാണാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറിയിരിക്കുന്നതും. ഇതാ ഇവിടെയെല്ലാം നമുക്ക് കാണാം. ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് ആ ഹെയർ മാത്രമായി നമുക്കിവിടെ കാണാവുന്നതാണ്. മുകളിലും ഇതാ ഇവിടെയെല്ലാം നമുക്ക് കാണാവുന്നതാണ്. ആ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിലും നമുക്ക് ആ ഇമേജിൻ്റെ ഹെയർ എല്ലാം വളരെ ഭംഗിയായി കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതാണ് ഫോട്ടോഷോപ്പിൻ്റെ 2015.5 എഡിഷനിൽ ഹെയർ മാസ്കിംഗ് ചെയ്യുന്നതിനുള്ള ചില എളുപ്പമാർഗ്ഗങ്ങൾ. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിൻ്റെ മലയാളത്തിലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.